ഹലോ സ്റ്റുഡൻസ്, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് അക്കൗണ്ടൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് MCQ, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. പലപ്പോഴും നമുക്ക് അതിൻ്റെ അകത്ത് ആൻസർ കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ഇതിനിടയ്ക്കുള്ള മാർക്ക് നമുക്കില്ല. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് MCQ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So, partnership is an agreement between partners to share of business. ഇവിടെ ഡെഫിനിഷനകത്താണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഷെയർ ദ ക്യാപിറ്റൽ അല്ല, ലയബിലിറ്റി അല്ല, അസറ്റ് അല്ല. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ അക്കൗണ്ട് വിച്ച് പ്രിപ്പയർ ടു ഷോ ഹൗ ദ പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ഇനി when the partnership agreement is silent, partnership deed silent ആണെങ്കിൽ which of the following partner entitled to get interest on capital? താഴെ പറയുന്ന ഏത് പാർട്ണർക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിക്കുക? നമുക്കറിയാം ആർക്കും ഇല്ല എന്നുള്ളതാണ് ഈ റൂള്. അതുകൊണ്ട് നൺ ആണ് ആൻസർ, ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, ക്യാപിറ്റൽ അക്കൗണ്ട്സിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ്. എന്താണ് ചെയ്യുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 അക്കൗണ്ട് വരയ്ക്കണം, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടും. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തീർച്ചയായും കറണ്ട് അക്കൗണ്ടിലേക്കാണ് പോവുക. സോ കറണ്ട് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാരണം ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് വരുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണ് വരുന്നത്. സോ ഉത്തരം ഡി ആണ്. ഇനി ലയബിലിറ്റി ഓഫ് എ പാർട്ണർ ഈസ്, പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ് ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്നുള്ളത്. ഡിറ്റർമിൻഡ് ബൈ ക്വാർട്ടറിൽ നമുക്ക് വിട്ടേക്കാം. ഇവിടെ ലയബിലിറ്റി നമുക്ക് അൺലിമിറ്റഡ് ആണ് ആൻസർ. ലിമിറ്റഡ് ലയബിലിറ്റി നമുക്ക് കമ്പനീസ് ഒക്കെയാണ് വരുന്നത്. ഇനി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ഓൾസോ കോൾഡ്, പലതവണ എക്സാമിനേഷൻ ചോദിച്ചു. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ഓൾസോ കോൾഡ്, നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, ഒരുപാട് തവണ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എക്സാമിന് ചോദിച്ചതാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ദ അലോവബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സിന് ലോൺ ഉണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിന് ഫേമിൻ്റെ കയ്യിൽ നിന്ന് ഫേം പാർട്ട്നേഴ്സിന് കയ്യിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡീഡിൽ റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അവിടെ 6% കൊടുത്തിരിക്കണം. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് കുറച്ച് അഡീഷണൽ കൊടുത്തു എന്നുള്ളത്, അപ്പോൾ 6% മാത്രമാണെങ്കിലും ശരി ഉത്തരമാണ്. ഇഫ് എൻ ഇൻകമിംഗ് പാർട്ട്ണർ ബ്രിങ്സ് ദ പ്രീമിയം ഓഫ് ഗുഡ്വിൽ, അയാൾ ഗുഡ്വിൽ കൊണ്ടുവരുന്നു ഇൻ ക്യാഷ്, ഇറ്റ് വിൽ ബി ഷെയർഡ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. അഡ്മിഷൻ സമയത്ത് ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഡെബിറ്റ് ബാലൻസ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ഡിനോട്ട്സ്. അതായത് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം നേരെ പോകേണ്ടത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ഡിനോട്ട്സ്. എക്വിയുടെ പ്രോഫിറ്റ് ആണോ എക്വിയുടെ ലോസ് ആണോ? ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്, ഡെബിറ്റ് ആണെങ്കിൽ ലോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ന്യൂ പാർട്ണർ ബ്രിങ്സ് ഗുഡ്വിൽ ഇൻ ക്യാഷ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു, അല്ലേ, നമ്മളൊരു പാർട്ണർ ക്യാപിറ്റൽ ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആർക്കാണ് ക്രെഡിറ്റ് ചെയ്യുക? അയാളുടെ ക്യാപിറ്റലാണോ, സാക്രിഫൈസിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണോ, ഓൾഡ് പാർട്ണേഴ്സിനാണോ, ഓൾ ദ പാർട്ണേഴ്സിനാണോ? ഇവിടെ സംശയം വരും നമുക്ക്, ഏതൊക്കെയായിരിക്കും? സാക്രിഫൈസിംഗ് ആണോ സാറേ ഓൾഡ് ആണോ? ഇവിടെ സംശയം വരും. അപ്പോൾ ഇവിടെ സാക്രിഫൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സാക്രിഫൈസിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കണം. കാരണം ചില സമയത്ത് അഡ്മിഷൻ സമയത്ത് എല്ലാ ഓൾഡ് പാർട്ണേഴ്സിനും സാക്രിഫൈസിംഗ് സംഭവിക്കണം എന്നില്ല. ആ സമയത്ത് അയാൾക്ക് ഗുഡ്വിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ആർക്കാണോ സാക്രിഫൈസിംഗ് കിട്ടുന്നത് അയാൾക്ക് മാത്രമേ ക്രെഡിറ്റ് ആവൂ. In case of admission of a partner, the entry for unrecorded investment, unrecorded investment revaluation അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആണ് സംഭവിക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് വരുന്നു, ഡെബിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്രെഡിറ്റ് റിവാലുവേഷൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി when goodwill is not recorded in the books at all on admission of a partner, goodwill paid privately ആണ്. പ്രൈവറ്റ്ലി പേ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ കാണില്ല. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റിയൽ ആണോ നോമിനൽ ആണോ? നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ദ റിസർവ് അക്കൗണ്ട് റിസർവ്സ് ആൻഡ് അക്യൂർഡ് പ്രോഫിറ്റ്സ് ആർ ട്രാൻസ്ഫർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ ദ റിസർവും അക്യൂർഡ് പ്രോഫിറ്റ്സും ലോസും ഉണ്ടെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, പാർട്ട്നേഴ്സ് ജനറൽ റിസർവ് അപ്പിയറിംഗ് ഇൻ ദ ഓൾഡ് ബാലൻസ് ഷീറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു. ജനറൽ റിസർവ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് വരികയാണെങ്കിൽ, ലയബിലിറ്റീസുകൾ വരികയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ സമയത്താണെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി എ ആൻഡ് ബി ആർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. സി ഈസ് അഡ്മിറ്റഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഫോർ 1/4 ഷെയർ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി. നമുക്കറിയാം ഓൾഡ് റേഷ്യോ തന്നെയാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ഈ 3:1 തന്നെയായിരിക്കും സാക്രിഫൈസിംഗ് റേഷ്യോ. ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് സമയം പോക്കാൻ പാടില്ല.
If at the time of admission there is some unrecorded liability always revaluation അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ റിവാലുവേഷൻ ഡെബിറ്റ് സൈഡ് ഡെബിറ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട്, കാരണം ലയബിലിറ്റി ഇൻക്രീസ് ആവുകയാണ്. റിവാലുവേഷൻ അക്കൗണ്ട് ലയബിലിറ്റി ആണ് ജേണൽ എൻട്രി. As per the provision of Partnership Act, the relieving partner is entitled to receive dash of interest, always 6% ആണ്. Profit or loss on revaluation at the time of retirement. റിട്ടയർമെന്റ് സമയത്ത് റിവാലുവേഷന്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ഇൻ ദ ഡാഷ് റേഷ്യോ, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, in which ratio the continuing partners are compensate the share of goodwill of a partner when he retires. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഏത് പ്രപ്പോർഷനിലാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്? നമുക്കറിയാം ഗെയിനിങ് റേഷ്യോയിലാണ്. Gaining ratio means new ratio minus old ratio. Then on retirement of a partner, goodwill will be credited to the capital account of dash. റിട്ടയർമെന്റ് സമയത്ത് ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്? റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്കാണ് ഗുഡ്വിൽ കൊടുക്കേണ്ടത്. അതോടൊപ്പം റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം കണ്ടിന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് റിട്ടയർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ജേണൽ എൻട്രിക്ക് വരുന്നത് അല്ലേ. ഗെയിനിങ് റേഷ്യോ ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ട്രിബ്യൂട്ട് ഡാഷ് ഇൻ കേസ് ഓഫ് റിട്ടയർമെന്റ്. എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്, എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? സാക്രിഫൈസിംഗ് ആണെങ്കിലും ഗെയിനിങ് ആണെങ്കിലും കണ്ടുപിടിക്കുന്നത് ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇഫ് ഗുഡ്വിൽ ഈസ് ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, റിട്ടയർമെന്റ് സമയത്ത് ഗുഡ്വിൽ നമ്മുടെ അക്കൗണ്ട്സ് കാണുന്നു, ഐ മീൻ ബാലൻസ് ഷീറ്റ് കാണുന്നു, then it should be written off in dash ratio. ഏത് റേഷ്യോ റിട്ടേൺ ഓഫ് ചെയ്യണം? ഓൾഡ് റേഷ്യോയിൽ റിട്ടേൺ ഓഫ് ചെയ്യണം. If at the time of retirement there is some unrecorded asset will be dash to dash. ഇങ്ങനെ ചോദിക്കാം. അൺറെക്കോർഡ് അസറ്റ് എല്ലായ്പ്പോഴും റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്സ് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് കാണാം. അസറ്റ് ഇൻക്രീസ് ആണ്, അപ്പം തീർച്ചയായും അത് ക്രെഡിറ്റഡ് ടു റിവാലുവേഷൻ അക്കൗണ്ട് ആണ്. ദെൻ ഇങ്ങനെയുള്ള 25 ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. MCQ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കണം. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന MCQs. അതുകൊണ്ട് തന്നെ ഈ ഒരു 25 ക്വസ്റ്റ്യനകത്ത് നിന്നും നിങ്ങളുടെ എക്സാമിന് വേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും.